പക്ഷേ ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. സെയിൽസ് ബ്രിഡ്ജിന് തൊട്ട് മുന്നേ ക്യാമറയും മൈക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല, ഒന്നുകിൽ ഇത് ഇവിടെ അവസാനിപ്പിക്കാം, ഇല്ല നിനക്ക് പറ്റുമെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ അപ്പോഴും ഒരു 80ഓളം പേര് ഇരിക്കുകയാണ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വിടാൻ പറ്റുമോ നമുക്ക്? 20 എണ്ണം സീറോ സെയിൽസിലേക്ക് പോയപ്പം സജിത്ത് എന്നോട് പറഞ്ഞു, ഇനി ആടെ റൺ ചെയ്യണ്ട, നീ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോ, ഞാൻ വേറെ വല്ല പണിക്കും പൊക്കോളാം എന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന സമയം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ. ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്തായിരുന്നു ഞാൻ വളർന്നത്. പക്ഷെ ആ സമയത്തൊക്കെയും എൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, ക്യൂരിയോസിറ്റി. എന്തിനേയും അതിൻ്റെ അറ്റം വരെ പോയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി. ആ ഒരു ക്യൂരിയോസിറ്റി ആണ് ആക്ച്വലി ഇന്നായിരിക്കുന്ന ചിത്രയെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഒരു ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേസിൽ നിന്നുകൊണ്ട് ജോലി അല്ലെങ്കിൽ ഭാരങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഒരു വിസിബിലിറ്റി ലോകത്തിൻ്റെ മുമ്പിൽ ഒത്തിരി ആൾക്കാരെ പുറമേ കൊണ്ടുവരുന്ന ഒരു ദൗത്യത്തിലായിരിക്കുന്ന ഒരാളാണ്. നമുക്ക് നോക്കാം. ചിത്ര, സ്വാഗതം. ചിത്രയുടെ ബാക്ക് സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ് ചിത്ര തുടങ്ങിയത്? ഇന്നിപ്പോൾ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് മെൻറ്ററായിട്ട് നിൽക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ചിത്രമാണല്ലോ, ആ ചിത്രയോട് എന്തായിരിക്കും പറയാനുള്ളത്? വളരെ തുടക്കത്തിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസം അതിൻ്റെ ആ ഒരു പൈസയൊക്കെ കയ്യിലില്ലാതിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അന്ന് ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു പേടിയുണ്ടായിരിക്കാം, ഒരു കോൺഫിഡൻസ് ഇല്ല. ഇന്ന് മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും പഴയൊരു ചിത്രം നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് വളരെ നാണം കുണുങ്ങിയായിട്ടുള്ള, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാൾ. ഈവൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ വളരെ ആലോചിച്ചതിന് ഉത്തരം പറയുന്നൊരു ചിത്രമായിരുന്നു. ഇന്ന് പക്ഷേ ഇന്നിപ്പം ഈ ഒരു ചെയറിലിരുന്നിട്ട് സംസാരിക്കുമ്പം ആ ചിത്രയും ഈ ചിത്രയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ ഞാൻ സർ പറഞ്ഞതുപോലെ എനിക്ക് ആക്ച്വലി ഔട്ട്സൈഡുമായിട്ട് ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്തായിരുന്നു ഞാൻ വളർന്നത്. പക്ഷെ ആ സമയത്തൊക്കെയും എൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, ക്യൂരിയോസിറ്റി. എന്തിനേയും അതിൻ്റെ അറ്റം വരെ പോയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി. ആ ഒരു ക്യൂരിയോസിറ്റി ആണ് ആക്ച്വലി ഇന്നായിരിക്കുന്ന ചിത്രയെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. യെസ്, വളരെ സന്തോഷം. ചിത്രയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിലേക്ക്, ലീഡർഷിപ്പിലേക്ക് വന്നത്, അത് എവിടെ നിന്നായിരുന്നു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി? സ്കൂളിൽ ഞാൻ നല്ല സ്റ്റുഡിയസ് ആയിരുന്നു, കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെ മിടുക്കിയായിരുന്നു, ആൻഡ് ഞാൻ സ്കൂൾ ലീഡറും ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര നാണം കുണുങ്ങിയൊക്കെയാണ്. പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് മിണ്ടാനൊക്കെ എനിക്ക് പേടിയാണ് അല്ലെങ്കിൽ നാണമാണെങ്കിലും സ്റ്റേജ് എനിക്കൊരിക്കലും പേടിയില്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് തോന്നുന്നു മേ ബി 4ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ലീഡർ ആവുന്നത്. അതാണ് എൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ സ്റ്റാർട്ടിങ് എന്നാണ് സർ എനിക്ക് തോന്നുന്നത്. യെസ്. എപ്പോഴാണ് ശരിക്കും ചിത്ര ലൈഫിൽ കല്യാണം കഴിയുന്നു, അതിൽ കഴിഞ്ഞിട്ട് ലീഡർഷിപ്പിൻ്റെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കാൽസോൾ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയിലേക്ക്, ഇല്ലെങ്കിൽ ലൈഫിലിങ്ങനെ ഓരോ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും പല സിറ്റുവേഷൻസ് നമ്മൾ പലതും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഏത് മൊമെൻറ്റിലാണ് ഈ കാൽസോളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും അതൊരു ജേണിയാണ്, ഒരു ലോങ് ജേണിയാണ്. കാരണം ഞാൻ 20ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ ജോലി സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം അച്ഛനാണ് നമ്മളെ വീട്ടിൽ, ഞാൻ തീരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛനായിരുന്നു വീട്ടിലെ കാര്യങ്ങളും സോൾ ബ്രെഡ് ഏണർ. അപ്പോൾ അച്ഛന് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആവുന്നത്. സോ ആ സമയത്ത് വീട്ടിലെ മൂത്ത കുട്ടി എന്ന നിലയിൽ വീടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ശരിക്കും ലൈഫിലെ ഒരു ഷിഫ്റ്റ് അവിടെ നിന്നാണ്. എനിക്ക് പറയാൻ പറ്റും ചിത്ര 2.0 എന്ന് പറയുന്ന സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അന്നേരം ജോലി സ്റ്റാർട്ട് ചെയ്തു. 1500 രൂപയായിരുന്നു എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ച് ഡ്രീംസ്, ആ ഒരു ഡേയിൽ ഞാൻ എൻ്റെ ഡ്രീംസ് അവിടെ ഉപേക്ഷിച്ചതാണ്. സ്വപ്നങ്ങളല്ല, നമുക്കിനി റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ സർവൈവലാണ് ജീവിതമെന്ന് ഞാൻ തീരുമാനിച്ചത് അവിടെ നിന്നാണ്. അങ്ങനെ ജോലികൾ പലതും മാറി മാറി ചെയ്തു, ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്തു. ആൻഡ് ദർ വെർ എ പോയിന്റ് ഐ വാസ് തിങ്കിങ്, ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ, 30,000 സാലറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഫുൾ സെറ്റാണ്, ഓക്കെ ആണ് എന്ന് വിചാരിച്ചൊരു സമയമുണ്ട്. അപ്പം ഫൈനലി ഒരു 2017 ആയപ്പോഴത്തേക്കും ആ ഒരു സാലറിയിലേക്ക് ഞാൻ എത്തി. സോ ഐ വാസ് തിങ്കിങ് ഓക്കെ, ഇത് അടിപൊളിയാണ്, കുഴപ്പമില്ല, ലൈഫ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയി എന്നുള്ളത്. പക്ഷെ ആ ഒരു സമയത്തും എൻ്റെ ലൈഫ് എടുത്ത് നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോകും, എന്നിട്ടത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വരും. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ആ ഒരു കരിയർ അവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഐ വാസ് നോട്ട് ഏബിൾ ടു ഗോയിങ് ഫോർ എ 9 to 5 ജോബ്. അവിടെ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാം എന്നൊരു ആലോചനയിലേക്ക് വന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സർ, എൻ്റെ ഒരു വലിയ പ്രശ്നം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ അത്ര മിടുക്കിയല്ല. അപ്പം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യണം, ആൾക്കാരോട് സംസാരിക്കണം, നമുക്ക് ആളുകൾ വേണം, നമ്മുടെ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എനിക്കിതൊന്നുമില്ല. അവിടെയാണ് ഞാൻ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും ഫേസ്ബുക്കിനെ ഞാനൊരു ഓപ്ഷനായിട്ട് കണ്ടത്, മെറ്റ അഡ്വർടൈസിങ്. ആ സമയത്ത് എന്തൊക്കെയായിരുന്നു സെല് ചെയ്തുകൊണ്ടിരുന്നത്? എന്താ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി തേനാണ്. എൻ്റെ അമ്മാവന് തേൻ കൃഷിയുണ്ട്. അപ്പം ഞാൻ മാമൻ്റെ അടുത്ത് നിന്ന് തേൻ എടുത്തിട്ട് ഞാനത് ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യ സെല്ല് ചെയ്യും, കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് കൊച്ചിയിൽ ഹോംലി മീൽസ്, ഈ OLX പോസ്റ്റ് ഇട്ടിട്ട് മീൽസ് വേണമെന്ന് പറയുന്നവർക്ക് മീൽസ് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ റീസെല്ലിങ്ങും കൂടെ, റീസെല്ലിംഗ് ബിസിനസ്സാണ്. വേറെ നമുക്ക് ഹോൾസെയിലേഴ്സിൻ്റെ, നമ്മൾ ജസ്റ്റ് മിഡിൽ അങ്ങനെ നിന്നിട്ട് റീസെല്ലിങ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫേസ്ബുക്കായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വലിയ ഷിഫ്റ്റ് സംഭവിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വന്നപ്പം അറിയാലോ, നമുക്ക് ആളുകളാണ് എല്ലാം, എന്ത് ചെയ്യണമെങ്കിലും ആൾ വേണം. അപ്പോൾ ഈ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഓപ്ഷനാണ് മെറ്റ ആഡ്സ്. പഴയ ഫേസ്ബുക്കിൽ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുന്ന ഓപ്ഷൻ. ആ ഒരു ഫേസ്ബുക്ക് പരസ്യങ്ങളാണ് ആക്ച്വലി എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു പക്ഷേ ചിലപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അന്നത്തെ ചിത്രയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഈ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് വെച്ച് എനിക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിറയെ ലീഡ്സ് വന്നു, എനിക്ക് നന്നായിട്ട് ഇൻകം ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ ഏൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ദർ വെർ എ പോയിന്റ് എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വർക്ക് ആവുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതം സ്റ്റോപ്പായി പോയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം ഇതിനപ്പുറത്തേക്ക് മെറ്റ ആർട്സ് ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല. ആ ഒരു സമയത്താണ് ഇതിന് എന്തൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആ അന്വേഷണമാണ് എന്നെ പ്രവീൺ സാറിലേക്കും കാൽസോളിലേക്കും എത്തിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്കിലൊരു പരസ്യം ചെയ്യാൻ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ടെക്നിക്കലി പഠിക്കാനായിട്ട് വന്നതാണ്. ഇതിനകത്ത് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശരിക്കും ക്യാമറ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുക, ഇതൊക്കെ എപ്പോഴാണ് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ തുടങ്ങി, ഒരു വിസിബിലിറ്റിയിലേക്ക് വന്ന എപ്പോഴാണ്? ക്യാമറ, വിസിബിലിറ്റി, ഇതൊക്കെ എന്താണെന്ന് പോലും ആ സമയത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സേഫ് സോണാണ്, നമ്മുടേതായിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്, അതിനകത്ത് ലേഡീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊക്കെ ഞാൻ ലൈവൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കൊരു പബ്ലിക്കിലേക്ക് പോയിട്ട് വീഡിയോസ് ചെയ്യാനൊന്നും ഞാൻ റെഡി ആയിരുന്നില്ല. അപ്പോൾ ഈ അഡ്വർടൈസിങ് ആണെന്നുണ്ടെങ്കിലും അറിയാമല്ലോ, എപ്പോഴെപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ഇമേജ് ഇട്ടിട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലീഡ്സ് ചെറിയ കോസ്റ്റിന് വരും. പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ലീഡ്സ് വരുന്നത് കുറയാൻ തുടങ്ങി, ലീഡ് കോസ്റ്റ് കൂടാൻ തുടങ്ങി, ക്വാളിറ്റി ഓഫ് ലീഡ്സിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കാൽസോളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്, സാറിൻ്റെ ഓരോ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഓക്കെ നമ്മൾ വീഡിയോ ചെയ്യണം, എങ്കിലേ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എൻ്റെ ആഡ് അക്കൗണ്ട് കണ്ട സമയത്ത് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഈ പോസ്റ്ററിന് പകരം ഇതൊരു വീഡിയോ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈവൻ ബെറ്റർ എന്ന്.
പക്ഷേ ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേജിൽ എനിക്ക് 1000 പേരോട് സംസാരിക്കും, സൂമിൽ ഞാൻ ഒരു 1000 പേരോട് സംസാരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് സംസാരിക്കാനും അത് ഈ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, 10 days വീഡിയോ ചലഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ, ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഡിഫറൻസ്, നേരത്തെ പോസ്റ്റർ ഡിസൈനും വീഡിയോ ചെയ്തപ്പോൾ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് ഓഡിയൻസ് റെസ്പോൺസ്, അതിൽ എത്ര വ്യത്യാസമുണ്ട്? തീർച്ചയായും. അങ്ങനെ ഇരുന്നപ്പോഴാണ്, ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ സത്യത്തിൽ കാൽസോളിൽ കുറച്ച് വീഡിയോസിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ഒന്ന് പതിയെ ബാക്കിലേക്ക് വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് സാർ 21 days ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. 21 ദിവസം നമ്മൾ ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഏർലി മോർണിംഗ് ഒരു 5 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. അന്നേരം സാറ് മാൻഡേറ്ററി ആയിട്ടൊരു 100 വീഡിയോസിൻ്റെ ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. 10 ദിവസം 10 വീഡിയോസ് വെച്ച് എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു 10 വീഡിയോസ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം എന്നുള്ളത്. അവിടെ നിന്നാണ് ഞാൻ ഈ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ പേടിയില്ലാതെ സംസാരിക്കാൻ വേണ്ടി ആ ഒരു 100 വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. അതിനുശേഷം ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ആണെങ്കിലും വീഡിയോയിലൂടെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മേ ബി ലീഡ് കോസ്റ്റ് ഇത്തിരി ഹൈ ആണെങ്കിൽ പോലും വരുന്ന ആൾക്കാർ അതൊരു നമ്മൾ പ്രത്യേകിച്ച് അവരുമായിട്ട് നമ്മളൊരു കൺവിൻസ് ചെയ്യേണ്ടതോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും പല സമയത്ത് വരുന്നില്ല. കാരണം നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓൾറെഡി നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ വാസ് ടു ഈസി, ഭയങ്കര ഈസി കമ്മ്യൂണിക്കേഷൻ. നെറ്റ്വർക്ക് മാർക്കറ്റിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ആ സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 2021 ഞാൻ കാൽസോളിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സ്വന്തമായിട്ട് എൻ്റെ ഏരിയ ഇതാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൈക്രോ നിഷ്, ആ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് മാറുമ്പോൾ ഒരു വേദന, അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു സർ. ഒരു എനിക്ക് തീരെ സാറ് 2021 ഡിസംബർ തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നതാണ്, ഇങ്ങനെയുണ്ട്, യു ക്യാൻ ഡൂ ദിസ്, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നോളജ് വെച്ചിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം, ഞാൻ കൺവിൻസ് ആയിരുന്നില്ല എൻ്റെ സ്കില്ലിൽ. അപ്പോൾ എൻ്റെ ഒരു വിചാരം, എനിക്ക് ഇതൊന്നും ഇങ്ങനെ ആൾക്കാർക്ക് പഠിപ്പിച്ച് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കാന്നുള്ളതല്ല, എൻ്റെ ഒരു നോളജ് മറ്റുള്ളവർക്ക് ആവശ്യമില്ല എന്നൊരു തോന്നൽ. അത്രയൊന്നും ഞാൻ ഒന്നിലും എക്സ്പീരിയൻസ്ഡ് അല്ല, എക്സ്പെർട്ടൈസ് അല്ല, അതൊരു ചിന്ത ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഓൾറെഡി ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം സൈഡിലുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ എന്ത് ചെയ്യും? എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഫാമിലി റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാ രീതിയിലും. അപ്പം നമുക്ക് ഇൻകം ഇല്ലാണ്ട് പറ്റില്ല. സോ അത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ആയിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇറ്റ് ടുക്ക് മീ 2 years ടു ടേക്ക് എ ഡിസിഷൻ. അതായത് ഇവിടെ കുറച്ച് പണിയെടുത്താലാണ് ഇവിടെ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റിയ സിസ്റ്റം, പക്ഷെ അവിടെ ഇൻകം ഉണ്ട്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്ക് അവിടുത്തെ ഇൻകം സ്റ്റോപ്പ് ആവും. അപ്പൊ അങ്ങനെ കുറെ നാളിങ്ങനെ തള്ളി നീക്കി ഒരു 6 months ഞാനിങ്ങനെ പതിയെ വിഡ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് പറ്റുന്നില്ല. അപ്പോഴും പ്രവീൺ സാർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരു നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോട്ട് മുങ്ങാൻ വേണ്ടി പോവുക, എന്ത് ചെയ്യും എന്നൊരു ചോദിച്ച ചോദ്യമുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ വീണ്ടും റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റ് വാസ് നോട്ട് ഓക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കുള്ളൊരു സ്കില്ല് അത് മറ്റുള്ളവർക്ക് അത്ര യൂസ്ഫുൾ ആണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവുമോ, ആരെങ്കിലും നമ്മളെടുത്ത് വരുമോ, നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതേസമയം സാർ പാരലലി ചെയ്തൊരു കാര്യമുണ്ട്. സജിത്ത്, എൻ്റെ ഹസ്ബൻഡ്, ആക്ച്വലി മേ ബി സജിത്തിനോടുള്ള സാറിൻ്റെ ഒരു ഇടപെടലും കമ്മ്യൂണിക്കേഷനും ആയിരിക്കാം എന്നെയും റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രയും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. അതായത് ആ 21 days ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു, നമ്മളൊരു കേരള ട്രാവൽ വന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസിൽ വെച്ചിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. സജിത്ത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു എന്നാണ് സജിത്ത് ചോദിച്ചപ്പോൾ സജിത്തിന് ആ സമയത്ത് കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് പിന്നീടാണ് ആൻസർ ചെയ്യുന്നത്. അപ്പം അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സജിത്ത് 17 വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ സജിത്തുമായിട്ട് സംസാരിച്ച സമയത്താണ് അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് GSTയിൽ, എന്തുകൊണ്ട് GST മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുവിടാമെന്ന് ചോദിക്കുകയും, പക്ഷേ സജിത്ത് പെട്ടെന്ന് ട്രാക്കിൽ കയറി അതിനെ
വർക്കൗട്ട് ചെയ്തു? യെസ്, അതൊരു ചോദ്യം സാറ് ചോദിച്ചിരുന്നു. അതായത് മറ്റുള്ളവർ കുഞ്ഞിനെ വളർത്തുന്നതിലും എത്രയോ ബെറ്ററാണ് സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതെന്ന്. ശരിക്കും അവിടെ നിന്നാണ് ഞങ്ങൾ ഒന്ന് ഇരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങിയത്. ശരിയാണല്ലോ, ഇങ്ങനെയുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സജിത്തിൻ്റെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ കോണ്ടാക്ട്സിൽ. കേരളത്തിലെ ബിസിനസ് ഓണേഴ്സ് GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈവൻ ആൾക്കാർ വന്നിട്ട് ബിസിനസ് വൈൻഡപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് പോലും വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സജിത്ത് ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഐ വാസ് കോൺഫിഡൻറ്റ്. എൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രശ്നം. കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നത്, ഒരു രീതിയിലും ക്യാമറയായിട്ട് ഒരു ബന്ധമില്ല. മീൻസ് നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞ കോച്ചിങ്ങോ ഇത് ഈ ഫീൽഡേ അല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോടാ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിടാ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിത്ര ഓൾറെഡി ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ, കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. ആ ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടി സജിത്ത് ലൈനിലേക്ക് വരുന്നു, വീഡിയോ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരുമിച്ച് ആ ചിന്ത വന്നത്. അതായത് ഒരു 17 വർഷം നമ്മുടെ സ്വന്തം കുഞ്ഞിനെയാണ് വളർത്തുന്നതെങ്കിൽ അത് നമ്മുടെ കുഞ്ഞാണ്, അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഇപ്പം ഈ 17 വർഷം നമ്മുടെ യൗവനം ഒക്കെ കളഞ്ഞൊരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് എല്ലാം വിട്ടുകൊടുത്തിട്ട് വരുന്നത്, കിട്ടുന്ന ശമ്പളം പോലും അത് ആ സമയത്ത് അങ്ങ് തീരും. പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആ സജിത്ത് പറഞ്ഞൊരു ഇമോഷണൽ സ്റ്റോറിയാണ്. അമ്മയുടെ ഒരു ലാസ്റ്റ് മൊമെൻറ്റ്സിൽ പോലും അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാൻ കഴിയാതെ അത്രയും തിരക്കിൽ പോവാന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു വലിയ പെയിൻ പോയിൻ്റാണ്. നമുക്ക് ആവശ്യത്തിന് ലീവ് കിട്ടത്തില്ല. പ്രത്യേകിച്ച് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ടൈമുണ്ട്. ആ സമയത്ത് തീർക്കേണ്ട കാര്യങ്ങൾ തീർത്തില്ലെങ്കിൽ വീട്ടിൽ വരാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും ഒരു അതിഥിയെ പോലെ ഒരു ഗ്യാപ്പാണ്, ഭയങ്കര ഗ്യാപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഫാമിലിയോട് പിന്നെ ലോക്ക്ഡൗൺ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം അതാണ് ടേസ്റ്റ്. അത്രയും നാളൊരു ഗ്യാപ്പായിരുന്നിട്ട് ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും വീട്ടിലിരിക്കാൻ പറ്റി. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന ഒരു 5 to 6 months മാത്രമേ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മൂവാറ്റുപുഴയിലേക്ക് മാറിയതിന് ശേഷം സജിത്ത് വല്ലപ്പോഴും വന്നു പോകുന്ന അതിഥിയാണ്, ഞാൻ വീട്ടിലാണ്. ആ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷെ ലോക്ക്ഡൗൺ ആണ് നമ്മളെ ഫുള്ളൊരു ഫാമിലി ബോണ്ടിങ്ങിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. അവിടെ നിന്നുകൊണ്ട് സജിത്ത് ഈ ഒരു ബിസിനസ്, ഫ്രീഡം ബിസിനസ് ബിൽഡ് ചെയ്യുന്നു, കോച്ചിങ്സ് കൊടുക്കുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്ക് സപ്പോർട്ടായിട്ട് മെറ്റയുടെ ആഡ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചിത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജേണി എല്ലാവരും പോസിറ്റീവ് സൈഡ് മാത്രം കാണും. പലപ്പോഴും നമുക്ക് ചലഞ്ചസ് ഉണ്ട്, വേറെ ആരോടും പറയാൻ പറ്റാത്ത പല ചലഞ്ചസിലൂടെ പോവുക. അപ്പം എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, എല്ലാം ഓക്കെയാണ് പെട്ടെന്ന്. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു സ്ട്രഗിളിങ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ ഫാമിലി മുന്നോട്ട് പോയത് ഈ ഒരു ഡിജിറ്റൽ വിസിബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത്? അതെ, സാറിനെ ഞങ്ങൾ മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന 2022 ജാനുവരിയിലാണ്. ആ സമയത്ത് എൻ്റെ ഒരു സോൾ ഇൻകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സജിത്ത് ജോലി കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് നിൽക്കുന്ന സമയമാണ്. എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കുന്നതിന് മുന്നേ ആണ് ഞങ്ങളൊരു ഓഫീസ് സ്പേസ്, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പോയിരുന്ന് സംസാരിക്കാമല്ലോ എന്നെങ്കിലും വിചാരിച്ച് നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക്, കാരണം അറിയാലോ നമ്മളുടെയൊക്കെ ഒരു മുന്നത്തെ ജനറേഷനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടായിരുന്നൊരു ജോലി കളഞ്ഞു വെച്ചിട്ട് അവൻ വീട്ടിൽ വന്നിട്ടിരിക്കുകയാണ്, അതൊന്നും പിന്നെ ഇരുന്നിട്ട് ബിസിനസ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതൊന്നും ശരിയാവത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ഓഫീസിൽ പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്താണ് സാറിനെ മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 6 മാസം എടുത്തു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു ബാക്ക് എൻഡിൽ, പക്ഷെ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പഴയ ലാപ്ടോപ്പ്, അത് ഈ പറഞ്ഞതുപോലെ കറണ്ട് പോയാൽ ഓഫ് ആവുന്ന, ബാറ്ററി ബാക്കപ്പ് പോലും ഇല്ലാത്തൊരു ലാപ്ടോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാമറ ഇല്ല, മൈക്കില്ല, ഇതൊന്നും ഇല്ലാണ്ട് ഈവൻ വി ഡോണ്ട് നോ ഇതൊക്കെ വേണം നമുക്കൊരു കോഴ്സ് റെക്കോർഡ് ചെയ്യാൻ ഇത്രയൊക്കെ എത്തിക്കണം എന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. ആ ഒരു സമയത്ത് സാർ തന്നൊരു ധൈര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ഇരുന്നിട്ട് കരിക്കുലം സജിത്ത് പ്രിപ്പയർ ചെയ്തു. ബാക്കി അതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പം നമ്മുടെ പവർ പോയിന്റിൽ തന്നെ ക്യാമറ ഓൺ ചെയ്തിട്ട്, സിസ്റ്റത്തിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് പവർ പോയിന്റ് തന്നെയാണ് കോഴ്സ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൈക്കാണെങ്കിലും ഒക്കെ. പക്ഷെ ഫസ്റ്റിലത്തെ ഒരു നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെല്ല് ചെയ്ത ആ ഒരു കോഴ്സിൽ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്.
ആദ്യമൊക്കെ എത്ര എമൗണ്ട് ആണ് ചാർജ് ചെയ്തിരുന്നത്? ആദ്യം നമ്മളിപ്പോൾ 799 സ്റ്റാർട്ട് ചെയ്തൊക്കെ ആൾക്കാർക്ക് വേണോ, GST ഒക്കെ പഠിക്കാൻ ആരെങ്കിലും ബിസിനസ് ഓണേഴ്സ് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 799 ചാർജ് ചെയ്യാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. 799 ഞങ്ങൾക്ക് ആക്ച്വലി ഒരു സെയിൽസ് ആണ് നടന്നത് ഒരു മാസം കൊണ്ട്. അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്നുണ്ട്, കുറേ പൈസ പോയി, അപ്പോൾ ഒറ്റ സെയിൽസാണ് നടന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി, എന്തോ പ്രോബ്ലം ഉണ്ട്. പക്ഷെ എൻക്വയറീസ് നിറയെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർക്ക് വേണ്ടാത്ത കൊണ്ടല്ല, കാരണം ലീഡ്സ് വരണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷെ നമുക്കിത് സെയിൽസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ സാറിന് വീണ്ടും പറഞ്ഞു, സാർ ഇതുപോലെ ചെയ്തു, ഇത്ര രൂപ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ചെയ്തു, പക്ഷെ നമുക്ക് ആകെ ഒരു സെയിലാണ് നടന്നിരിക്കുന്നത്. സർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞൊരു കാര്യം, ആ 799 മാറ്റിയിട്ട് 999 ആക്കുക കോഴ്സ്. ഓക്കെ, 999 ആക്കി നമ്മളുടെ അഡ്വർടൈസ്മെന്റ് മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട്? ഈ 799 കൊടുത്തിട്ട് പോലും കച്ചവടം നടക്കുന്നില്ല, എന്നിട്ടാണ് 999 ആക്കാൻ പറഞ്ഞു. അതിനുശേഷം അഡ്വർടൈസ്മെന്റ് ഇമേജ് ആണ് ചെയ്തത്. സജിത്തിന് വീഡിയോ കോൺഫിഡൻസ് തീരെയില്ല, അത് കാരണം ഇമേജ് ആണ് ചെയ്തത്. വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യും, അതൊക്കെ ആഡാക്കി. പിന്നെ വീഡിയോയിലേക്ക് മാറിയതിന് ശേഷം എൻക്വയറീസ് കുറച്ചും കൂടെ നന്നായിട്ട് വരാൻ തുടങ്ങി. പിന്നെയാണ് ആക്ച്വലി സാർ ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, സാർ ആക്ച്വലി നമുക്ക് അന്ന് പഠിപ്പിച്ച് തന്നത് ഹൗ ടു ബിൽഡ് എ സിസ്റ്റം എന്നുള്ളതായിരുന്നു. കാരണം ഒരു ലീഡ് വരുമ്പം ഒരു ലീഡിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു കസ്റ്റമർ ജേണി, അതായിരുന്നു പഠിപ്പിച്ചതെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാൾ വരും, വാട്സപ്പിൽ വരുമ്പോഴേ നമ്മൾ കഥ മറ്റേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വലിയ മെസ്സേജ് അങ്ങോട്ട് അയക്കും. അതല്ല, അവർ വരുമ്പോൾ സജിത്തിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചത്, അത് ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ, പിന്നെ എല്ലാവർക്കും അത് തന്നെ സെൻഡ് ചെയ്യുന്നത്. ഒരു വോയിസ് പോവും, അതിന് അവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തെങ്കിൽ മാത്രം തിരിച്ച് അവരെ കൊണ്ട് അതിൽ വോയിസ് അയപ്പിക്കുന്നുണ്ട്. അവർ വോയിസ് അയച്ചെങ്കിൽ മാത്രമേ തിരിച്ചു നമ്മുടെ അടുത്ത വോയിസ് മെസ്സേജ് പോവുള്ളൂ. 2 വോയിസ് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽസ് ക്ലോസ്ഡ്. അതായത് ആദ്യ സമയങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് പോലെ കുറേ അധികം കണ്ടന്റ് കൊടുക്കും, അപ്പോൾ ആൾക്കാർ ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. ലീഡുണ്ട്, റെസ്പോൺസ് ഇല്ല. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ആ ഗെയിം മനസ്സിലാക്കി അവരുടെ ആവശ്യം മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്തപ്പോഴത്തേക്ക് സെയിൽസ് വന്നു തുടങ്ങി. എക്സാക്ട്ലി. അതിൽ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, കണക്ഷൻ. ഒരു വാട്സപ്പിൽ ഒരാൾ വന്ന് 2 വോയിസ് മെസ്സേജ് അയച്ചതുകൊണ്ട് മാത്രം കണക്ഷൻ ബിൽഡ് ആവില്ല. കണക്ഷൻ ബിൽഡ് ആവണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അതിനപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വരുന്ന ലീഡ്സിനെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് നേരെ ഇവർ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും വരും, ഡയറക്റ്റ് നമ്മൾ മെസ്സേജും പോകും. ഈ 2 രീതിയിൽ ലീഡ്സിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഴ്ചയിൽ 1 ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു 1 hour ഓപ്പൺ ചെയ്യും, ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. എന്നിട്ട് പറയും GSTയെ പറ്റി നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഈ ഒരു ഗ്രൂപ്പിൽ ഈ സമയത്ത് ചോദിക്കാം. 1 മണിക്കൂർ ഗ്രൂപ്പ് ഓപ്പൺ ആണ്, എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ആൻസർ തരുമെന്ന് പറഞ്ഞിട്ട് 1 hour അവർക്ക് സമയം കൊടുക്കും. ആ ഒരു സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാരുടെ വരും. ഞങ്ങളങ്ങ് ഗ്രൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സംഭവിക്കുന്നത് സിസ്റ്റമാണ്. അതായത് എന്നോട് വന്നിട്ട് ഗ്രൂപ്പ് ഫുൾ ഓപ്പൺ ചെയ്തിടാൻ പറയുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറയും. അതായത് 1 hour മാത്രം ഗ്രൂപ്പ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആൻസർ ചെയ്താൽ മതി. മറ്റേത് നമ്മൾ ഈ 1 hour വീണ്ടും ആൻസർ ചെയ്ത് തുടങ്ങിയാൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അറിഞ്ഞു അറിയാതെ സിസ്റ്റം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 1 hour വന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് എല്ലാം നന്നായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? അത് കഴിഞ്ഞ് എന്താ റെസ്പോൺസ്? അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണും, റിഫ്ലക്ട് ചെയ്യും. സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരോട്ട് കണക്ട് ചെയ്തപ്പോൾ സെയിൽസ് വന്നു തുടങ്ങി. ഈ ഒരു ജേണി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഒരു മന്ത്ലി സാലറി ആയിരുന്ന ഒരു സമയമുണ്ടല്ലോ, ചിലപ്പോൾ ഒരു 1 year കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാലറി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. 1 വർഷം കിട്ടുന്ന സാലറി 1 മാസം കിട്ടുമോ, 1 മാസം കിട്ടുന്ന സാലറി 1 ദിവസം കിട്ടുമോ, ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ അത് ഈ ഗ്രാഫ് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. കുറച്ചുകൂടെ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, മറ്റതിനേക്കാളും എത്രയോ ഫാർ ബെറ്റർ ആണ്. ഇത് എവിടെയാണ് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ഇതാണ് എൻ്റെ റൈറ്റ് എന്ന് മനസ്സിലാക്കിയത്? അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മണി, ഓഫ് കോഴ്സ്. 2 വാല്യൂ. അതായത് മണിയുടെ കേസിൽ പറയുകയാണെങ്കിൽ സാർ, ഇപ്പം ഞങ്ങളിപ്പം ആലോചിക്കണം, അപ്പോൾ ഒരു 7-8 മാസമായിട്ട് വരുമാനം ഒന്നും ഇല്ലാതെ കൊണ്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ 1 മാസം തന്നെ നമുക്കൊരു 1 lakh ഉണ്ടാക്കാൻ പറ്റി. 1 month തന്നെ 1 lakh ഉണ്ടാക്കാൻ പറ്റി. ഞങ്ങളെ സംബന്ധിച്ച് 30,000 രൂപ ഒരാൾക്ക് സാലറി കിട്ടിയാൽ അത് ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടിരുന്ന സിറ്റുവേഷനിൽ നിന്നാണ്
1 മന്തിൽ 1 lakh ഉണ്ടാക്കിയത്. അതായത് 100 സെയിൽസ് ഒറ്റയടിക്കങ്ങ് നടന്നു ഈ 999. സോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായതിൻ്റെ ഒരു റീസൺ അക്കൗണ്ടിൽ വന്ന പൈസ തന്നെയാണ്. അതായത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റും കൂടെ അവിടെ മാറിയെന്നുള്ളതാണ്. 799 കച്ചവടം നടക്കാതിരുന്നിട്ട് 999 ആക്കിയപ്പോഴത്തേക്കും അത് 100 സെയിൽസേക്ക് മാറി. ഇവിടെയാണ് വർക്ക് നടന്നത് ശരിക്കും. അതെ, അതോടൊപ്പം തന്നെ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്, നമ്മൾ വേദനകളാണ് കേൾക്കുന്നത്. ഞങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സാർ ആക്ച്വലി ഇതൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും സാറ് എത്രത്തോളം മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തന്നാലും നമ്മുടെ ലൈഫിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പം ഇത്രയും ആൾക്കാർ GSTയിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും പ്രശ്നങ്ങൾ GSTയിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വാല്യൂം കൂടെ, നമ്മൾ തിരിച്ച് സൊസൈറ്റിക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റി. നമ്മുടെ കയ്യിൽ ചെറിയൊരു നോളജ്, പക്ഷെ അത് നമുക്ക് ഷെയർ ചെയ്യുന്തോറും അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. ചെറിയൊരു കാര്യമാണ്, ഒരു ടാക്സ് ആണ്. അല്ല, ഈ നമ്മുടെ ചെറുതെന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതും കിട്ടുന്നവർക്ക് ഭയങ്കര കാരണം ആ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയവരുടെ കേസുകൾ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ദൗത്യമാണെന്നും ഇത് ആവശ്യക്കാരുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും കറക്റ്റ് കുറച്ചുകൂടെ സെറ്റായി. അതിനുശേഷം ഈ വെബിനാർ, ശരിക്കും സജിത്തൊക്കെ ആദ്യം വെബിനാർ ചെയ്യുമ്പോൾ നല്ല ചലഞ്ചസ് ഉണ്ടായിരിക്കാം. ഞങ്ങൾക്ക് വെബിനാറിനും ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾക്ക് മുന്നേ ഒരു രീതിയിൽ നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ആ സമയത്ത് കേരളത്തിൽ നിന്ന് സാറ് മാത്രമേ, സാർ ആ സമയത്ത് ഓട്ടോമേറ്റാണ് ചെയ്യുന്നത്, സൂമിൽ ലൈവ് ചെയ്തൊന്നും ഞങ്ങൾ ആരും കാണുന്നില്ല. അപ്പം നമുക്കൊന്ന് മോഡൽ ചെയ്യാൻ പോലും ആരുമില്ല. ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, നമ്മൾ ഓൾ ഇന്ത്യയിൽ ആരൊക്കെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ കോച്ചസ് ഉണ്ടോ അവരുടെ എല്ലാം വെബിനാറിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് പതിയെ ലാൻഡിങ് പേജൊക്കെ ബിൽഡ് ചെയ്ത് ഒരു വർക്ക്ഷോപ്പ്, 3 day വർക്ക്ഷോപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 199 ചാർജ് ചെയ്തിട്ട് 3 day വർക്ക്ഷോപ്പാണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു 3 ദിവസം കൊണ്ട് 100 രജിസ്ട്രേഷൻ വന്നു. നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു, കാരണം സൂമിൻ്റെ ലിമിറ്റ് 100 100-ൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അത് കാരണം രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഈ 100 പേരൊക്കെ വന്നിട്ട് ഇവരെങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയില്ല, എന്താണ് ഇവർക്ക് പറയേണ്ടതെന്ന്, നമുക്ക് സ്ലൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സെയിൽസ് എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സാറിൻ്റെ 2 hour വെബിനാർ കുത്തിയിരുന്ന് കണ്ടു, അതിൽ ഓരോ സ്ലൈഡും അതുപോലെ കോപ്പി ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ അതുപോലെ എഴുതിയെടുത്തിട്ട് ലാസ്റ്റ് പിച്ചിങ് വരെ സാർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പിന് ഇരിക്കുന്നത്. പക്ഷേ ടു ബി ഹോണസ്റ്റ്, പ്ലാൻ ചെയ്ത ഒരു കാര്യം നടന്നില്ല. പക്ഷെ എങ്കിലും സജിത്ത് ടോപ്പിക്കിൽ നല്ല എക്സ്പേർട്ടാണ് ആ ഒരു ടോപ്പിക്കിൽ, അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ആ ഒരു പാർട്ട് പോയി. പക്ഷെ ലാസ്റ്റ് സെയിൽസിലൊക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇതിൽ ലൈം ലൈറ്റിലേക്ക് വരുന്നത്. ശരിക്കും സജിത്തിന് സബ്ജക്റ്റ് നോളജ് നന്നായിട്ടുണ്ട്, പക്ഷെ പ്രസന്റ് ചെയ്യാനായിട്ടോ ആൾക്കാരുടെ പൈസ ചോദിക്കുക എന്ന് പറയുന്നത് പ്രശ്നമായിരുന്നു. സജിത്ത് ശരിക്കും പൈസ ചോദിച്ചോ? അതാ പറഞ്ഞത്, അവിടെ നിന്നാണ് ആക്ച്വലി ഞാൻ ഫ്രണ്ട് എൻഡിലേക്ക് വരുന്നത്. എങ്ങനെയാ സജിത്ത് കോൾ ചെയ്തേ ഈ സമയത്ത്? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തത്? സജിത്ത് അത്രയൊക്കെ എല്ലാം പറഞ്ഞു. സെയിൽസ് ബ്രിഡ്ജിന് തൊട്ട് മുന്നേ നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നോ? ഇല്ലില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സെയിൽസ് ബ്രിഡ്ജിന് തൊട്ട് മുന്നേ ക്യാമറ മൈക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല, ഒന്നുകിൽ ഇത് ഇവിടെ അവസാനിപ്പിക്കാം, ഇല്ല നിനക്ക് പറ്റുമെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഇത്രയും ആൾക്കാർ അവിടെ അപ്പോഴും ഒരു 80ഓളം പേര് ഇരിക്കുകയാണ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വിടാൻ പറ്റുമോ നമുക്ക്? അത് കാരണം ഞാൻ സജിത്ത് എങ്ങനെ അവതരിപ്പിച്ചു? സജിത്ത് എന്നിട്ട് മൈക്കും ക്യാമറ ഓൺ ചെയ്തിട്ട് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ പഠിക്കണോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കണോ, അങ്ങനെ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് യെസ് പറഞ്ഞു. ശരി, അപ്പം നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫ് ചിത്രയുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്, ചിത്രയെ സ്വാഗതം ചെയ്യുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പോയിരുന്നിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങി, അത് പിച്ച് ചെയ്തു. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് അതിനകത്ത് സെയിൽസ് കിട്ടി. അതായിരുന്നു ഒരു ഫസ്റ്റ് കിട്ടി. ഓക്കെ, അതായത് നേരത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അതിന്റെ എല്ലാ എക്സ്പീരിയൻസും വെച്ചിട്ട് സെയിൽസ് പിച്ച് ചെയ്യാൻ പറ്റി. ഈ ഒത്തിരി ആൾക്കാരുടെ പ്രശ്നമാണ് പൈസ ചോദിക്കാനുള്ള പേടി. പക്ഷെ ഇവിടെ ചിത്രം ഉള്ളതുകൊണ്ട് അവിടെ കാശ് വന്നു തുടങ്ങി. അപ്പോൾ ഇത് വർക്ക് ചെയ്യാണെന്ന് മനസ്സിലായി. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തോ? വീണ്ടും ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്? പിന്നെ വർക്ക്ഷോപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയി 3 days. പക്ഷെ അവിടെയും ഒരു പോയിന്റ് എത്തിയപ്പം നമ്മൾ സാറിൻ്റെ അടുത്ത് നമ്മളൊരു റിവിഷൻ ചെയ്യുന്ന സമയത്ത് സാർ പറഞ്ഞൊരു കാര്യം, ഇതിന് സ്കെയിലബിലിറ്റി ഇല്ല. 3 day വർക്ക്ഷോപ്പ് നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അത്രയും ടൈമും എഫേർട്ടും ഇതിനകത്ത് പോകുന്നുണ്ട്. നമുക്കൊരു
ബ്രീത്തിങ് സ്പേസ് ഇല്ല, സ്കെയിലബിലിറ്റി ഉണ്ടാവില്ല ഇതിൽ. 2 മണിക്കൂറിൻ്റെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെബിനാറിലേക്ക് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു വെബിനാർ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെയ്ക്കും ഞങ്ങൾ 2 പേരുടെയും ടോട്ടൽ ഒരു വെബിനാർസ് എടുക്കുവാണെങ്കിൽ വി ഡൺ മോർ ദാൻ 200+ ലൈവ് വെബിനാർസ് സ്റ്റിൽ നൗ. അപ്പം ഈ വെബിനാറിലേക്ക് വരുന്ന സമയത്തും അതിന്റെ സെയിൽസ് പിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? സജിത്ത് ചെയ്തു തുടങ്ങിയോ? അപ്പോഴത്തേക്ക് സജിത്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടായിരുന്നു സെയിൽസ്. എന്നിട്ട് സജിത്ത് ഈ വെബിനാർ തുടങ്ങിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് അല്ലേ? 100-150 വെബിനാറെങ്കിലും സജിത്ത് ഒരു 130+ വെബിനാർ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ചെയ്തപ്പോഴത്തേക്കും ഗ്രാഫുകൾ മാറി, സിറ്റുവേഷൻസ് മാറി. ഇതിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇനി മുന്നോട്ട് പോകണ്ട, അല്ലെങ്കിൽ ബാക്കൗട്ട് ചെയ്യാം? പ്രത്യേകിച്ച് രണ്ടുപേരുടെയും ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ചിത്ര കുറച്ചുകൂടെ കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ സജിത്ത് പുതിയൊരു ഫീൽഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങളെ ബാലൻസ് ചെയ്തത്? ചിലപ്പോൾ ഈ സാധാരണ ആൾക്കാർക്ക് ഒരു റെഗുലർ ഇൻകം 1 മാസം 2 മാസം 5 മാസം 6 മാസം ഒക്കെ ഇൻകം ഇല്ലാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ മതിയാക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസ് നമ്മളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ സിറ്റുവേഷൻസിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഉണ്ടായിരുന്നു സർ. ഒരു 20 വെബിനാർ 0 സെയിൽസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഒന്ന് ആലോചിക്കണം, ഇവിടെ ആഡ് റൺ ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. എനിക്കിത് കാണുമ്പോൾ ടെൻഷനാണ്, കാരണം ആഡ് റൺ ചെയ്യുന്ന ഞാനാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പൊക്കോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് പൈസ വരുന്നില്ല. 20 എണ്ണം 0 സെയിൽസിലേക്ക് പോയപ്പം സജിത്ത് എന്നോട് പറഞ്ഞു, ഇനി ആഡ് റൺ ചെയ്യണ്ട, നീ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോ, ഞാൻ വേറെ വല്ല പണിക്കും പൊക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് വിട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടും സാറിൻ്റെ ഒരു സിസ്റ്റമായിട്ടും ഞങ്ങൾ ഭയങ്കരമായിട്ട്, ഞാൻ മനസ്സുകൊണ്ട് അങ്ങ് അലൈൻഡായി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് നിർത്തിയിട്ട് പോകാൻ ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ 21ാമത്തെ വെബിനാറിന് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തില്ല, ആഡ് അവിടെ സൈഡിൽ റൺ ആയിക്കൊണ്ട്. പക്ഷെ സജിത്തിനോട് പറഞ്ഞില്ല, നേരെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറ് ഡയമണ്ട്സ് സ്റ്റാർട്ട് ചെയ്തൊരു സമയം കൂടിയാണത്. അപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾക്ക് സാറുമായിട്ടുള്ളൊരു ആക്സസ് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തോ, എല്ലാം ഒന്നേന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം വർക്ക് ചെയ്തത് നമ്മുടെ വെബിനാറിൻ്റെ PPTയിലാണ്. ആ സ്ലൈഡ്സ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അഗെയിൻ ബാക്കിംഗ് ടു ദ ട്രാക്ക്, ആ സെയിൽസ് വരാൻ തുടങ്ങി. പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് റീവർക്ക് ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ പ്രൊഫഷണലായിട്ട് തന്നെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ വെബിനാർസ് ഒരു പ്രശ്നമല്ല. അതായത് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പം ചില ഗ്യാപ്പുകൾ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റില്ല, അത് വേറൊരു പോയിന്റിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്ലൈഡൊക്കെ കാണുമ്പോൾ തന്നെ അത് സെയിൽസ് അപ്പം തന്നെ കണ്ടപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ട് എല്ലാ സ്ലൈഡും ഡിലീറ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ചെയ്തപ്പം കുറച്ചുകൂടെ ഞാൻ എന്ത് മണ്ടത്തരവാ നേരത്തെ അത് തമ്മിലുള്ള ഡിഫറൻസ് വെക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് അപ്പോഴേ മനസ്സിലായിരുന്നു, ശരിയാണല്ലോ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. പക്ഷേ ചില ആൾക്കാർ അത്രയും ടൈം കൊടുക്കില്ല. ചിലപ്പോൾ ഒരു 5 വെബിനാർ കഴിയുമ്പോൾ ഞാൻ 5 വെബിനാർ ചെയ്തു, ഒന്നും നടന്നില്ല. ഇതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ലോങ് ടൈം ഒരു വിഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് നിൽക്കാൻ കഴിയുക. പക്ഷെ ഒന്ന് ട്രാക്കിൽ കയറി തിരിച്ച് നമ്മളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ക്ലാരിറ്റി വരും. ഇനി ഇതിൻ്റെ ഒരു മൊമെൻറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പല സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലേക്ക് വന്നു. കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീക്ക്ലി വെബിനാർ മീറ്റിങ്സ് ചെയ്യുന്നുണ്ട്, കോഴ്സസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതോടൊപ്പം തന്നെ തിരിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നോ? അതായത് ആദ്യം കമ്പ്യൂട്ടർ മോശമായിരുന്നു, നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഗ്രോത്തിനനുസരിച്ചിട്ട്? യെസ്, അന്ന് തൊട്ട് ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻസ്, ആദ്യം ഞങ്ങൾക്ക് വന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആദ്യം ഒരു 999 കോഴ്സ് നന്നായിട്ട് സെയിൽസ് നടക്കുന്ന സമയത്ത് നമ്മൾ അഡ്വർടൈസിങ് ബഡ്ജറ്റ് അതൊരു ഫിക്സഡ് ബഡ്ജറ്റ് വെച്ചേക്കുവാണ്. കിട്ടുന്നത് തിരിച്ചിടുന്ന അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇത്ര രൂപയ്ക്ക് ആഡ് റൺ ചെയ്യുന്നു, ആണ്ട് തിരിച്ച് കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പിന്നെയാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, അന്ന് നമ്മൾ അത് കിട്ടിയതിൻ്റെ ഒരു 50% എങ്കിലും തിരിച്ചിട്ടായിരുന്നു എങ്കിൽ നമുക്കതിൽ എത്രത്തോളം നമുക്കത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള, അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്ത പിന്നെയാണ് വന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്ത വന്ന് അത് മനസ്സിലായപ്പോൾ തന്നെ പിന്നെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം അഡ്വർടൈസ്മെൻറ്റ് കിട്ടുന്നതിൻ്റെ 60% അഡ്വർടൈസ്മെൻറ്റിൽ പോവുക എന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ളതാണ്.
അതാണ് മെയിനായിട്ട് നമ്മൾ, അതായത് കിട്ടുന്നത് തിരിച്ച് ആഡിലേക്ക് തന്നെ ഇടുക എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നു. ആ ഒരു ഡിസിഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ പതിയെ പതിയെ ഞങ്ങളുടെ ഓരോ ടൂളുകളായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. ലൈറ്റ്സ് ആണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ മൈക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ മൈക്കൊക്കെ വാങ്ങിച്ചു. ശരിക്കും മൈൻഡ് സെറ്റിലാണ് ട്രാൻസ്ഫോർമേഷൻ മൊത്തം നടന്നുകൊണ്ടിരുന്നത്. മുന്നേ ഒന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു ട്രാക്കിൽ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ വിസിബിലിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മാറിയിട്ടുണ്ടാവും. ആ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പല സ്ഥലത്തുനിന്നും ആൾക്കാരെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ പ്രോഗ്രാംസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ സെഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയി എന്നുള്ളതാണ്. അപ്പോൾ സജിത്തിന്റെ ബിസിനസ്സിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചിത്രയുടേതായിട്ടൊരു കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ രണ്ടിലെ ഒരുമിച്ച് കൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ എന്താ ശരിക്കും കറൻ്റ്ലി ചെയ്യുന്നത്? ഇത് യൂണിഫൈഡ് ആയിട്ട് ഒറ്റ ഇതിലാണോ ചെയ്യുന്നത്? ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അതെ, സജിത്തിൻ്റെ കമ്മ്യൂണിറ്റി GST ട്രെയിനിങ് എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും കഴിഞ്ഞ 2 വർഷമായിട്ട് സാർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അപ്പോഴാണ് എനിക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നോളജ് സ്കില്ലൊന്നും മതിയാവില്ല എന്നൊരു തോന്നലെന്ന് സാർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ നോളേജ് ആവശ്യമുള്ള ആൾക്കാർ LPയിലും UPയിലും ഉണ്ടാവും. ആ ഒരു ചിന്തയാണ് എൻ്റെ ഒരു അമ്മമാരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഒത്തിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുങ്ങി കൂടുന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഇൻ ദ സെൻസ് അത് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നതോ ഓൺലൈൻ പ്രസൻസോ അല്ല, മൊത്തത്തിൽ നമ്മൾ തന്നെ ചുരുങ്ങി അത് ഷ്രിങ്ക് ചെയ്ത് ഉള്ളിലേക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ വീടിനകത്തേക്ക്. അവിടുന്ന് ഒരു സ്റ്റെപ്പെങ്കിലും പുറത്ത് ഷോ അപ്പ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആണ് ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ് എൻ്റെയും ഒരു ലൈഫ് വന്നത്. അവിടുന്ന് അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കമ്മ്യൂണിറ്റിയും കൂടെ അറ്റ് എ ടൈം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഗ്രോത്ത് വരുന്നില്ല, നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള ഗ്രോത്ത് വരുന്നില്ല. അത് വരാതെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഞങ്ങൾ ചിന്തിച്ചത് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ല. ടൈം ഇടുന്നുണ്ട്, എഫേർട്ട് ഇടുന്നുണ്ട്, ആഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ദർ ഇസ് നോ ഗ്രോത്ത്. പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങൾ. അപ്പോൾ ഇതെന്താന്ന് എക്സാക്ട്ലി മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാഫിങ്ങിന് മുകളിലോട്ട് പോകും, നന്നായിട്ട് പോകും, ഒരു 3 months നന്നായിട്ട് പോകും, അടുത്ത 3 months താഴെ പോകും. അപ്പോൾ ഇത് പാറ്റേൺ ആയി വന്നപ്പം എഗെയിൻ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനൊരു പാറ്റേൺ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ ഒരു പാറ്റേൺ കാണുന്നത്, ഹൗ ടു ബ്രേക്ക് ദിസ്. ആ ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനും സജിത്തും കൂടെ ചേർന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് വിസിബിലിറ്റി ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറാനുള്ള ഒരു റീസൺ. അതായത് സജിത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കമ്പനികളെല്ലാം ഒരു പ്രോഫിറ്റബിളിലേക്ക് എത്തിക്കുന്ന നോളജ് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം ചിത്ര വിസിബിലിറ്റിക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ജേണിയാണ്. നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വളരെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി എന്താണ് ഒരു അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്? ഈ ചെറിയ പ്രോഡക്ട്സ് 4995 അതൊക്കെ എത്രത്തോളം ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്? എനിക്കൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്, ഈ പറയുന്ന പോലെ നമ്മളൊരു വലിയ പൈസയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ പ്രോഡക്റ്റൊക്കെ വേണം, ഒരു ഹൈ ടിക്കറ്റ് വേണം, അത് സെല്ല് ചെയ്യുമ്പോഴാണ്. അപ്പം സാറ് ഞാനിങ്ങനെ നോക്കുമ്പോൾ സാറിൻ്റെ 1 crore അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വേറെ കമ്മ്യൂണിറ്റീസൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ക്രോർസ് അച്ചീവ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ലാക്സ് അച്ചീവ്മെൻ്റ് ഒക്കെ പറയുമ്പോഴൊക്കെ എൻ്റെ ഒരു തിങ്കിങ് അങ്ങനെ തന്നെയാണ്. ഇവർക്കൊക്കെ ഡയമണ്ട്സ് ഉണ്ട്, level 3 ഒക്കെ ആയതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ഏൺ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കണ്ട ചെറിയൊരു വലിയ മൂവ്മെൻ്റ് ആണ് എന്നെ റീതിങ്ക് ചെയ്യിപ്പിച്ചത്. നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ജസ്റ്റ് 499 ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 1000 സെയിൽസ് എടുത്തു എന്നൊരു അനൗൺസ്മെൻറ്റ് കണ്ടപ്പം ഞാനും വിചാരിച്ചു, എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ. ആ ഒരു ട്രൈ ആണ് ആക്ച്വലി ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഴിഞ്ഞ ലാസ്റ്റ് 2 to 3 months ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര സെയിൽസ് ആയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടലി അതിനകത്ത്? ഇപ്പോൾ അറൗണ്ട് 2000 സെയിൽസ് ആയിട്ടുണ്ട്. 499 into 2000. അപ്പോൾ അതായത് വലിയ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്ന് ചിന്തിച്ചെടുത്തടുത്ത് കുഞ്ഞു പ്രൊഡക്റ്റ് തന്നെ ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പവർ എന്ന് പറയുന്നത്, ഈ പറയുന്ന ആർട്ടിസ്റ്റ് വിപിനൊക്കെ ആണെങ്കിൽ 3000-ലധികം സെയിൽസ് ആ സമയത്ത് ചെയ്തു. അതായത് നമ്മൾ ഈ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗെയിം ഇതാണ്. നമ്മുടെ കൂടെ ഉള്ളവരുടെ പല സക്സസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ
നമ്മുടെ ആ ഒരു ജേണിയിൽ നിന്ന് നമ്മൾ പല സിറ്റുവേഷനും ഇങ്ങനെ കടന്നു പോകും തോറും അടുക്കും തോറും ക്ലാരിറ്റി കിട്ടുന്ന പോലെ ആ ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ക്ലാരിറ്റി മേക്സ് കോൺഫിഡൻസ് എന്നാണ്. അത് ഇപ്പോഴാണ് ശരിക്കും ആ ഒരു കോൺഫിഡൻസ് വന്നത്. കാര്യം ക്ലാരിറ്റി വന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ സാറിനടുത്ത് ഇപ്പം പറഞ്ഞതുപോലെ ഈ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ ഫോക്കസ് എനർജിയും രണ്ട് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ വളരാൻ പറ്റില്ല. അവിടെ കൊണ്ട് നമ്മളിങ്ങനെ മുരടിച്ച് പോവാ വളർച്ച. പക്ഷെ ഇപ്പം ആ ക്ലാരിറ്റി സാറിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. ഓഗസ്റ്റ് 2025 ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. പക്ഷെ ആ ഒരു ക്ലാരിറ്റി ഇപ്പം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ചിന്തകൾ അത്രയും ലോങ് ടേമിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ആഫ്റ്റർ ഒരു 20 years എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് കൃത്യമായിട്ട് ചിന്തിച്ചെത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ടോട്ടലി നമ്മുടെ കാൽസൂളിൽ എത്തിയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും എത്ര അച്ചീവ്മെന്റ്സ് വരെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടാവും ടോട്ടൽ? ടോട്ടൽ ഒരു 60 lakhs അച്ചീവ്മെന്റ് 1 yearലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. സോ നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ഒരു നല്ല തുടക്കമാവട്ടെ. ഇനിയും നമുക്ക് അടുത്തൊരു മീറ്റിങ്ങിൽ പോഡ്കാസ്റ്റിൽ ഒരുമിച്ച് വിടാം. ചിത്രയ്ക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സിനോട് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ക്വിറ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് ഭയങ്കര ഓപ്ഷൻ ഉണ്ടാവും ക്വിറ്റ് ചെയ്യാനായിട്ട്. ഇതെനിക്കുള്ളതല്ല, മതിയാക്കാം, നിർത്താം. പക്ഷെ അവിടെയും നമ്മളെ നിർത്തുന്ന ഒരു വിഷയം എന്തായിരുന്നു? എന്ത് മെസ്സേജാണ് ഇത് കാണുന്നവരോട് കൊടുക്കാനുള്ളത്? അതെ, 2 കാര്യങ്ങളാണ് സർ. ഒന്ന്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എല്ലാവരുടെയും വലിയൊരു പ്രശ്നം ഇപ്പം നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒക്കെ കാണുന്നത്, ദേ ആർ വെയിറ്റിംഗ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം. ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആണ്. പക്ഷേ ഈ എക്സ്പെക്റ്റേഷൻ ഹൈ ആവുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് ഇപ്പുറത്ത് കൊടുക്കുന്നതെന്നുള്ളത്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന സമയം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ. അപ്പം ക്വിറ്റ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കണം, ഈ ക്വിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. ശരി, നിങ്ങൾ ഇത്രയും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് പറ്റുന്നില്ല ക്വിറ്റ് ചെയ്യുന്നെങ്കിൽ ഓക്കെ. ഇതൊന്നും ചെയ്യാതെ ഇപ്പം നമ്മൾ കണ്ടു, ഒരാൾ 499 ഒരു കോഴ്സ് ബിൽഡ് ചെയ്തിട്ട് ആ ആൾ അഡ്വർടൈസ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് സർ ആൾക്ക് 3000 സെയിൽസ് നടന്നത്. അത് വിപിൻ അത് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 3000 സെയിൽസിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് 3000 സെയിൽസ്, അപ്പോൾ ഇപ്പം തന്നെ ഞാനും പോയിട്ട് സെല്ല് ചെയ്യാമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, വിപിന് കിട്ടിയ എമൗണ്ടിന് വിപിൻ തിരിച്ചിടുകയായിരുന്നു. ഞാൻ വിപിനോട് സംസാരിച്ചത് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഒരു ലേണിംഗ് ആണ് നമുക്ക്. അപ്പോൾ നോക്കുക, വിജയിച്ച ആളുകൾ എക്സാക്ട്ലി എന്താണ് ചെയ്തത്, അത്ര എഫേർട്ട് ഞാൻ ഇട്ടു, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 50% ഇട്ടിട്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. വളരെ സന്തോഷം. അതായത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ആൾക്കാർ സക്സസ് ആയിട്ട് നിൽക്കുമ്പോൾ അവരോട് സംസാരിക്കുക, അവരോട് കൂട്ടുകൂടുക, അവരിൽ നിന്ന് മനസ്സിലാക്കുക അവർ ഏതൊക്കെ ചലഞ്ചസിലൂടെ പോയി. അതാണ് റൈറ്റ് പാത്ത്. വളരെ സന്തോഷം ചിത്ര, ഇത്രയും മനോഹരമായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്തതിൽ. തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. അടുത്തൊരു 1 year വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് സർ.